ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഒരു പുതിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ഒരു 3-4 ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു ചാനൽ ഒരു 6K അടുപ്പിച്ചായപ്പോൾ കോപ്പിറൈറ്റ് വന്നു, അത് പോയി. ഓക്കെ, കുഴപ്പമില്ല. അതിന് മുമ്പൊന്ന് പോയി, അത് ജസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്തുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി, അത് പോയപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഒന്നും ജസ്റ്റ് പോയതല്ലേ, അത് എൻ്റെ കുഴപ്പമാണ്. ഈ പാട്ട് ഇപ്പം ഞാൻ നോക്കൂല, പാട്ടൊന്നും നോക്കാതെ ഞാൻ ഇടും, വീഡിയോസ് ഇടും. പാട്ടിൻ്റെ കോപ്പറേറ്റോ കാര്യങ്ങളോ നോക്കൂല. വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ടിങ് ആണ് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ പാട്ട് കാര്യങ്ങളൊന്നും നോക്കൂല, ഞാൻ ജസ്റ്റ് വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് കോപ്പറേറ്റ് ഒന്നും വന്നത് എനിക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കാനോ ഒന്നും അറിഞ്ഞൂടായിരുന്നു. അറൗണ്ട് ഒരു 5-6 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, 6-7 വർഷം മുന്നേ അതൊക്കെ തുടങ്ങുന്നപ്പോഴാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങിയ ചാനലിൽ പോയി ഒരു 1000-2000 ഉള്ളൂ. ഓക്കെ, അതും ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു റീച്ചും ഇല്ലാതെ നിൽക്കുന്ന യൂട്യൂബേഴ്സിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല അങ്ങനെയല്ല, ഇപ്പോൾ റീച്ചുള്ളവരായാലും ഈ ഒരു ഘട്ടം കഴിഞ്ഞാണ് കയറി വരുന്നത്. അപ്പോൾ ഞാനിതേപോലെ തുടങ്ങി, അതങ്ങ് പോയി. പിന്നെ ഒരു ചാനൽ തുടങ്ങി, ഒരു വീഡിയോ ഒന്ന് ക്ലിക്കായി, 6000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തി. 6000 എത്തി. അല്ലല്ല, അതിന് മുന്നേ. ഓക്കെ, അതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു, അത് 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് എന്തു പറയാനെ, അതും ഇതേപോലെ ഈ പാട്ടും ഈ നോക്കാതെ, അത് മറ്റത് പാട്ടിൻ്റെയൊക്കെ വെച്ചിട്ട് കോപ്പറേറ്റ് വന്ന് പോയൊരു ചാനലിൻ്റെ അത് കഴിഞ്ഞിട്ട് തുടങ്ങിയത്. അതും ആദർശക്കു വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ, അതും രണ്ടാമത് തുടങ്ങിയതും ഇതേപോലെ എന്തോ ഇത് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതങ്ങ് പോയി. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. 3ാമത്തെ ചാനലാണ് ലാസ്റ്റ് വരെ എൻ്റെ ഉണ്ടായിരുന്നത്. അത് ഒരു 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്. അപ്പോൾ അതിൽ ഞാൻ എല്ലാം നോക്കും. 2 ചാനൽ അടിച്ചു പോയത് കൊണ്ട് ഞാൻ നോക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പാട്ടിന് ഇടുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കോപ്പറേറ്റ് വരാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും എൻ്റെ. പക്ഷേ എന്തോ ഈ കാരണം കൊണ്ട് ഒരു 3-4 ദിവസം മുന്നേ ഒരു മെയിൽ വന്നു. ആ മെയിലിൽ ഞാൻ മെയിൽ സൈഡിൽ ഇവിടെ വിഭാഗത്തോട്ട് കൊടുത്തേക്കാം. ഓക്കെ, അറൗണ്ട് ഒരാഴ്ച ആയെന്ന് തോന്നുന്നു മെയിൽ വന്നിട്ട്. ഓക്കെ, ആ മെയിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ചാനൽ ടേക്കൺ ബൈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. റീസൺ എന്ന് പറയുന്നത് നോക്കിയപ്പോൾ റീസണായിട്ട് അതിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്താണ് റീസൺ എന്ന്. ഞാൻ അതിൽ ഒരു പാട്ടോ ഒന്നും ഇട്ടിട്ടില്ല, അത് നല്ലപോലെ ഞാൻ നോക്കിക്കൊണ്ട് പോയ ചാനലായിരുന്നു. അപ്പോൾ ഈ 6000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അറിയാലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇത്രയും കൊണ്ടുവരാൻ എൻ്റെ മടി വെച്ചിട്ട് ഞാൻ ഇത്രത്തോളം ഞാൻ കൊണ്ടുവന്നു 6000. ഓക്കെ, മടി വച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ചാനൽ അടിച്ചു പോകുമ്പോൾ അപ്പോൾ എൻ്റെ മടി എക്സ്ട്രീം ലെവലായിട്ട് കൂടും. അങ്ങനെ ഇരുന്നിരുന്ന് ഒരു 5-6 മാസം ഞാനിപ്പോൾ ചാനലൊന്നുമില്ല, ചുമ്മാ വീട്ടിൽ തന്നെ. എന്ത് ചെയ്യട്ടെന്ന് ഒരു പേടിയുമില്ല. ചാനൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ചാനൽ പോയതോടെ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, ഒരു സപ്പോർട്ടില്ല. എന്താണ് അറിഞ്ഞൂടാ. ഞാനിതിപ്പം പറയാൻ കാരണം ഞാനിങ്ങനെ ഇതുവരെ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഈ ഒരു അവസരം വന്നിട്ടില്ല. ഒരു ചാനൽ പോവും, അപ്പോൾ നമ്മൾ വേറെ ചാനൽ തുടങ്ങും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെ തുടങ്ങണം, ഇനിയും പോയാലോ, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇനി ആൾക്കാർ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മ്യൂസിക് പിന്നെ ഓരോരുത്തരുടെ കോപ്പറേറ്റ് കണ്ടൻറ്റായ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. ഞാൻ ലാസ്റ്റത്തെ 6K സബ്ബുള്ള ചാനലിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. എനിക്കറിഞ്ഞൂടെ എന്താണ് സംഭവം. യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അപ്പീൽ അയച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇല്ല. എന്തായാലും പോകുമ്പോൾ ചെറിയൊരു സങ്കടം കാണും. അത് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിച്ച് എനിക്കറിഞ്ഞൂടെ. അതുകൊണ്ടിപ്പോൾ ഞാൻ തിരിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇരിപ്പുണ്ട്. പക്ഷേ ഒരു പ്ലാൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ചാനൽ പോയതോടെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. നീ കയറി വരും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ തുടങ്ങുന്നതെന്ന് എൻ്റെ മനസ്സ് എൻ്റെ മൈൻഡ് എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ട്, എന്തിനാണ് നീ തുടങ്ങുന്നത്. പക്ഷേ ഞാനെന്നുള്ള ഒരാൾ, എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടെ, എനിക്ക് കയറി വരണം. പുതിയ ചാനൽ തുടങ്ങി, ഭയങ്കര ലാഗാണ് വീഡിയോ, പെട്ടെന്ന് തീരുക. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ. അപ്പോൾ എനിക്ക് വീണ്ടും വ്ളോഗ് ഇട്ട് കയറി വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം.
ഇനി ഞാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ നേരത്തെ പോയ ചാനൽ തിരിച്ച് കിട്ടുമോ എന്നൊന്നും അറിഞ്ഞൂടാ. കിട്ടൂല, 100% ഉറപ്പാണ്, അത് കിട്ടൂല. അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദർശ് ചക്കു എന്നാണ് പേര്. വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ആദർശ് ചക്കു എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ കണ്ടൻറ് ഇടണം. കണ്ടൻറ്റിൻ്റെ മടിയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും ചാനൽ അടിച്ചു പോകുമ്പോൾ ആരായാലും ഒന്ന് ഡൗൺ ആവും. അപ്പോൾ ഇതൊക്കെ അതിജീവിച്ച് ഞാൻ തിരിച്ചു വരും ഗൈസ്. ഓക്കെ, അപ്പോൾ നീ കാണാം വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോസിലേക്ക് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ആരും തളർന്നു പോകരുത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ വീണ്ടും തുടങ്ങുക. ഓക്കെ, ശ്രദ്ധിക്കണം, കോപ്പറേറ്റിൻ്റെ കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇപ്പം യൂട്യൂബ് ഭയങ്കരമായിട്ട് നല്ല പിടി മുറുകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ബൈ ഗൈസ്, കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നോ നാളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കാണണം. ഓക്കെ.